ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞതും ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയതും 33 വർഷമായിട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയായിട്ടുള്ള ജനസംസ്കൃതിക്ക് കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാനിങ് റോഡ് കേരള സ്കൂളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അവഹേളനം സംബന്ധിച്ച വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സർഗോത്സവം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ളതും അതുപോലെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ അംഗങ്ങളായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ കീഴിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സാധാരണഗതിയിൽ ഇത് സ്കൂളുകളിലാണ് സംഘടിപ്പിക്കാറുള്ളത്, പ്രധാനമായിട്ടും കേരള സ്കൂളുകളിൽ. ഈ വർഷത്തെ മത്സര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാനിങ് റോഡ് കേരള സ്കൂള് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 11-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ഞാൻ അവിടെ പോവുകയുണ്ടായി. അപ്പോൾ ഗേറ്റ് കടന്നപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് എവിടെയാണ് പോകേണ്ടത്, ആരെയാണ് കാണേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ചോദിക്കുകയും അകത്തേക്ക് നടക്കുകയും ചെയ്തു. ജനസംസ്കൃതിയിൽ നിന്നാണോ ഞാൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആരോടോ വിവരം അറിയിക്കേണ്ടതുപോലെ മുമ്പ് നടന്നു പോകുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ പല പരിചയമുള്ള സുഹൃത്തുക്കളും കണ്ടിരുന്നു. അവരോടൊക്കെ അഭിവാദനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അവർ അവിടെ ഓണസദ്യ നടക്കുകയാണ്, അപ്പോൾ കഴിക്കാനൊക്കെ നിർബന്ധിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് വേണ്ട എന്ന് സ്നേഹത്തോടെ അവരുടെ ക്ഷണമൊക്കെ നിരസിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഒരു സത്യൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പോലീസുകാരാണ്, നേരത്തെ അറിയുന്ന ആളാണ്, നേരെ നടന്നു വന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ കൈ കൊടുത്ത് ഹലോ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അസഭ്യം തുടങ്ങുകയായിരുന്നു. വളരെ മോശമായ തരത്തിൽ, സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവഹേളിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ മുഴുവൻ സംസാരത്തിൻ്റെ വ്യംഗ്യം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എന്തിനാണ് വന്നത് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അപേക്ഷയായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനെ അവിടെ കേരള സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പല പരിപാടികളും അവിടെ ഞങ്ങൾ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പം അദ്ദേഹം അതിൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ആളായിരിക്കുമെന്നാണ് ഞാനും കരുതിയിട്ട്. അപ്പോൾ അദ്ദേഹത്തെ അപേക്ഷ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇത് ചെയർമാൻ്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഇത് സെക്രട്ടറിയുടെ പേരിലാണ് എഴുതേണ്ടത് എന്ന്. ഇതിനിടയിൽ തന്നെ അവിടുത്തെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ തോമസ്, അദ്ദേഹം അവിടെ ദൂരെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഓണസദ്യ ഉണ്ണുകയായിരുന്നു. അപ്പോൾ അദ്ദേഹവും കുറേ ആളുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് മുന്നേ പോയ സെക്യൂരിറ്റി അദ്ദേഹത്തോട് ജനസംസ്കൃതിയിൽ നിന്നാണ് എന്നായിരിക്കണം സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് കേട്ട മാത്രയിൽ തന്നെ ഞാനപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടു, അഭിവാദനം ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹം വല്ലാത്ത ഒരു മൂഡിൽ ഒച്ചത്തിൽ സംസാരിച്ചു തുടങ്ങിയായിരുന്നു. ഇദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്കെതിരെ, സംഘടനയ്ക്കെതിരെയുള്ള മൊത്തത്തിലുള്ള ഒരു അഭിഷേകം. അന്തരീക്ഷം ആകെ കലങ്ങി മറിയുകയാണെന്നുള്ള ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇത് സെക്രട്ടറിയുടെ പേരിലാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്താണ് ഈ മലയാളം മിഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന തരത്തിൽ എനിക്ക് അറിയാവുന്ന ശ്രീ മനോജ് കല്ലറ എൻ്റെ പുറകിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായതിൽ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. അതിനുശേഷം നമ്മളുടെ നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് മനസ്സിലായത്, ഈ സത്യൻ എന്ന് പറയുന്ന ഈ പോലീസുകാരൻ ആ കേരള സ്കൂളിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടതോ ആയിട്ടുള്ള പദവി വഹിക്കുന്ന ആളല്ല എന്നും, ഇതൊന്നുമില്ലാതെ തന്നെ അവിടെ മറ്റു പല കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളുമാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ഈ സെക്രട്ടറിയുമായിട്ട്, അവിടുത്തെ കേരള സ്കൂളിലെ സെക്രട്ടറിയുമായിട്ട് ശ്രീ തോമസിയുമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരു സെക്രട്ടറി എന്നോട് പറഞ്ഞത്,
നിങ്ങളുടെ ആൾ അവിടെ വന്നിരുന്നു, അപേക്ഷ കൊണ്ട് അവിടെ വന്നിരുന്നു എന്ന് ശ്രീ തോമസ് അദ്ദേഹത്തോട് പറയുകയുണ്ടായി എന്നാണ്. മാത്രമല്ല, അത് ചെയർമാൻ്റെ പേരിലാണ് അപേക്ഷ എഴുതിക്കൊണ്ട് വന്നിരുന്നത്. സെക്രട്ടറിയുടെ പേരിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്രട്ടറിയുടെ പേരിലാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങളത് കൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തോട് ഈ തോമസ് പറഞ്ഞു. സത്യൻ എന്ന് പറയുന്നയാൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ വളരെ ശക്തമായിട്ട് മദ്യത്തിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. ഈ വിഷയം കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CS രാജന് ഞങ്ങൾ പരാതി മുഖേന എഴുതുകയും അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, ഡൽഹിയിലില്ല, നാട്ടിലാണ്, 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇമെയിലാക്കി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, കിട്ടിയെന്ന് ബോധ്യപ്പെടുത്തി. അത് ഞങ്ങൾ നിങ്ങൾക്കും തന്നു, പത്രക്കാർക്കും തന്നു. അത് പത്രത്തിൽ വന്നതിൻ്റെ രാവിലെ തന്നെ ശ്രീ തോമസ് എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ കഴിഞ്ഞ ദിവസം സാർ അവിടെ വന്നിരുന്നോ, എന്നെ കണ്ടിരുന്നോ, ഞാൻ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ, ഒന്നുള്ള രൂപത്തിൽ സംസാരിക്കണ്ടേ, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന തരത്തിൽ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിയായ തരത്തിൽ ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു വിദ്യാലയത്തെ ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ആളുകൾക്ക് കയറിയിറങ്ങാനുള്ള ഒരു സ്ഥലമാക്കി ഒരു വിദ്യാലയത്തെ എങ്ങനെ മാറ്റപ്പെടുന്നു? ഈ സത്യൻ എന്ന് പറയുന്ന പോലീസുകാരൻ ദൈനംദിനം എന്ന തരത്തിൽ അവിടെ കയറിയിറങ്ങുകയും അവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പദവിയും ഇല്ലാത്ത ആളെന്ന നിലയിൽ അതിനേക്കാളും മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ആളെന്ന പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നാണ്. അദ്ദേഹം ഒരു നിയമപാലകനായതുകൊണ്ട് തന്നെ നിയമം പാലിക്കേണ്ട ആളാണ്. എന്നാൽ പിൻവാതിലിൽ കൂടി സ്കൂളിനകത്ത് കയറിയിറങ്ങിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക, ഒരു ഗുണ്ടാ സംഘത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളെ ഡൽഹി പോലീസിന് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളത് അധികാരികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ജനസംസ്കൃതിയും കേരള സ്കൂളുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഈ നാളിതുവരെ ആയിട്ടുണ്ടായിട്ടുള്ളത്. എല്ലാ കേരള സ്കൂളുകളുമായിട്ടും ഞങ്ങളുടെ പല ബ്രാഞ്ചുകളും കേന്ദ്രവും വിവിധ തരങ്ങളിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സർഗോത്സവമായിക്കോട്ടെ, ബ്രാഞ്ചുകളുടെ തനതായ പരിപാടികളായിക്കോട്ടെ. മയൂർ വിഹാറിലുള്ള കേരള സ്കൂളിൻ്റെ തുടക്കം മുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കടക്കം അവരുടെ സംയുക്തമായിക്കൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ ഞങ്ങൾ സമാഹരിച്ചിട്ട് അവർക്ക് നൽകിയത് 8 ലക്ഷം രൂപയാണ്. ഈ വർഷത്തെ സർഗോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായാലും ഈ കാനിങ് റോഡ് കേരള സ്കൂൾ ഒഴികെയുള്ള മറ്റ് 3 സ്കൂളുകളിലും സർഗോത്സവത്തിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്നുവരെ ജനസംസ്കൃതി ഏതെങ്കിലും കേരള സ്കൂളുകൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കെതിരായിട്ടോ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇവരാരും പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും ഡൽഹിയിലെ മലയാളികൾ അത്തരത്തിൽ പറയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CS രാജൻ 17-ാം തീയതി ഇവിടെ എത്തി. ഞങ്ങൾ 18-ാം തീയതി അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. ഞങ്ങൾ മെയിൽ അയച്ചത് അദ്ദേഹം വായിച്ചിരുന്നു. ഞങ്ങളുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ പോലീസുകാരൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ട് എന്നാണ്. പക്ഷേ ആ യൂണിറ്റ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും ഇവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് കയറി കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായിട്ടുള്ള ഒരു നടപടിക്കും നിലവിൽ സാധിക്കുകയില്ലെന്നുമാണ്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് വരുമ്പോൾ ഈ കാര്യം അവിടെ അവതരിപ്പിക്കാമെന്നും അജണ്ടയിൽ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹം അന്ന് അവിടെ സംസാരിച്ചു. ഞങ്ങളത് കേട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഡൽഹി മലയാളികളുടെ ഒരു അഭിമാന സ്ഥാപനമായിട്ടുള്ള ഒരു വിദ്യാലയം ഇത്തരത്തിലുള്ള ഗുണ്ടകൾക്ക് കയറിയിരിക്കാനുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഡൽഹി മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. 1950കളിൽ ഡൽഹി മലയാളികളുടെ കുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ അനുവദിച്ചിട്ടുള്ള
സ്ഥലത്താണ് ഈ കാനിങ് റോഡ് കേരള സ്കൂൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സ്ഥാപനം ഇത്തരക്കാരുടെ ഇരിപ്പിടമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കാര്യം ഡൽഹി മലയാളികളോട് തുറന്നു പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റിന് ഞങ്ങൾ കൊടുത്ത രേഖാമൂലമുള്ള പരാതി ഇതുവരെ ഒരു മറുപടിയും കിട്ടാത്തതുകൊണ്ടാണ് ഈ നിലയിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഡൽഹിയിലെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുണ്ട്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. അവർ ഈ കാര്യത്തിൽ അഭിപ്രായം പറയും. അതോടൊപ്പം ഈ കേരള സ്കൂളുകളെയും കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയെയും വളർത്തി വലുതാക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്, പൗരപ്രമുഖന്മാരുണ്ട്. അവരൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയും. ഞങ്ങൾ സർഗോത്സവ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ടുള്ള ബ്രാഞ്ച് തല മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 27-ാം തീയതി കേരള സ്കൂൾ ആർക്കേപുരത്ത് വെച്ചിട്ട് രചനാ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അതോടൊപ്പം 3-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി എന്നീ ദിവസങ്ങളിൽ കേന്ദ്രതല സർഗോത്സവം നടക്കുകയാണ്.